തൃശ്ശൂർ പൂരത്തിൽ എത്ര ആനയാണോ അതേ എണ്ണം ആന ഇവിടെ ഉണ്ട്, പട്ടാമ്പി ചേർത്തുകൊണ്ട് അതും കൂടി ഞാൻ നേരത്തെ പറഞ്ഞൊന്നുകൂടെ പറയുന്നു. ഖബർ മുസ്ലിമിന്റേതാണെങ്കിൽ ആ ഖബറുകൾ നടക്കുന്നത് മുഴുവൻ ഇതര മതസ്ഥരുടേത്. ജൂത ക്രിസ്ത്യാനികൾ മുതൽ നമ്മുടെ നാട്ടിൽ മറ്റുള്ള മതസ്ഥരുടെ ആഘോഷമായി ആരാധനയായി എന്തൊക്കെ നടക്കുന്നോ അതൊക്കെ നമ്മുടെ ഖബറിലേക്ക് എത്തി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ. എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ബഹുദൈവ വിശ്വാസികളോട് കൂട്ടുചേരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുന്നതല്ല എന്ന് പറഞ്ഞത്. ഇനി നോക്കൂ, ഇനി നമ്മുടെ നാട്ടില് മറ്റുള്ള മതസ്ഥരുടെ ഒരു പ്രധാനപ്പെട്ട ആരാധനയാണ് ശയനപ്രദക്ഷിണം എന്നത്. അതും നമ്മളെ ഖബറിലെത്തി. ശയനപ്രദക്ഷിണം അതാണ് നിങ്ങളാ കാണുന്നത്. ഉറച്ച സുന്നിയായിക്കൊണ്ട് സുജൂദ് ചെയ്താലും തവാഫ് ചെയ്താലും അതേപോലെ പ്രാർത്ഥിച്ചാലും പൂവുമായി പോയാലും ഉത്സവച്ചായയുടെ ഖബറിനെ കണ്ടാലും ശയനപ്രദക്ഷിണം നടത്തിയാലും അതൊന്നും ഒരു കുറ്റമില്ല. അതൊക്കെ യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തേ ആകൂ. ഇസുദ്ദീൻ സഖാഫി അൽ കാമിലിയുടെ ലേഖനം വായിച്ച് ആളുകളാണ് ഉറക്കാണ്. എന്തിനും സഹോദര, ഇസ്ലാമുമായി വല്ല ബന്ധവും ഇതിനുണ്ടോ എന്നാണ് മുജാഹിദുകളല്ലാത്തവരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് തിരിയുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലേക്ക് തിരിയുക, ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ കിതാബുകളിലേക്ക് തിരിയുക. ഇതിനെ ന്യായീകരിച്ച വല്ല ഇബാറത്തുകളും വല്ല ആയത്തുകളും വല്ല ഹദീസുകളും ഉണ്ടോ എന്നാണ് പഠിക്കേണ്ടത്. മുജാഹിദുകൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നിങ്ങളത് അവഗണിക്കാതിരിക്കുക. മുജാഹിദുകളാവട്ടെ ആര് പറഞ്ഞതാവട്ടെ ഖുർആനിനോടും സുന്നത്തിനോടും അനുകരിക്കുന്നതാണെങ്കിൽ ബന്ധമുള്ളതാണെങ്കിൽ അത് പിൻപറ്റാൻ ശ്രമിക്കണം. നിങ്ങൾ മുജാഹിദുകളാകണം എന്ന് ഞങ്ങൾക്ക് വാദമില്ല, ഞങ്ങൾ അങ്ങനെ താല്പര്യപ്പെടുന്നില്ല. അവനവന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ, അവനവന്റെ കർമ്മങ്ങൾ ഇസ്ലാമികമാക്കിയാൽ നാളെ പരലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും